നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏപ്രിലിൽ മധുരയിൽ നടക്കുന്ന CPM പാർട്ടി കോൺഗ്രസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറിയാക്കാനുള്ള സാധ്യത തള്ളിക്കളയാതെ CPM. അങ്ങനെ സംഭവിച്ചാൽ പിണറായി മുഖ്യമന്ത്രി കസേരയിൽ തുടരുമോ എന്നാണ് കണ്ടറിയേണ്ടത്. പിണറായിയുടെ രാഷ്ട്രീയ ലൈൻ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ്. രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത് ഇങ്ങനെ തന്നെ. മുഖ്യമന്ത്രി പദം ഒഴിയാതെ ജനറൽ സെക്രട്ടറി ആവാനാണ് പിണറായിയുടെ ശ്രമം. പിണറായിയുടെ ലൈൻ CPM സ്വീകരിച്ചതോടുകൂടി പൊളിഞ്ഞത് ഇന്ത്യ മുന്നണിയാണ്. സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലോചിച്ച് തയ്യാറാക്കിയ പദ്ധതിയാണ് പ്രകാശ് കാരാട്ടിന്റെ സഹായത്തോടെ പിണറായി നടപ്പിലാക്കിയത്. BJPക്കെതിരായ പോരാട്ടത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസുമായി കൈകോർത്തത് നേട്ടമായെങ്കിലും CPMന്റെ വളർച്ചയ്ക്ക് അത് ഗുണമായില്ല എന്ന് പാർട്ടി വിലയിരുത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ BJPയെ എതിർക്കുന്നതിനൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് അകലം പാലിക്കേണ്ടതുണ്ട് എന്ന രാഷ്ട്രീയ ലൈൻ ഉറപ്പിക്കാൻ CPM തീരുമാനിച്ചു. കോൺഗ്രസ് സഹകരണത്തിന് അനുകൂലമായിരുന്ന മുൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നയത്തിനു പകരം PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിന്റെ ലൈനിലേക്കാണ് പാർട്ടി പോകുന്നത്. കാരണം കാരാട്ടിന്റെ ലൈൻ തീരുമാനിക്കുന്നത് പിണറായി വിജയനാണ്. എന്നും കോൺഗ്രസ് സഖ്യത്തിന് എതിരായിരുന്ന കേരള ഘടകത്തിന്റെ സമ്മർദ്ദവും നയമാറ്റത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെതിരെ നിലപാട് കടുപ്പിക്കാനുള്ള പിണറായിയുടെ തീരുമാനമാണ് കാരാട്ട് നടപ്പിലാക്കിയത്. BJP അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ കോൺഗ്രസ് അടക്കമുള്ള ജനാധിപത്യ മതേതര പാർട്ടികളുമായി സഹകരിക്കാമെന്നായിരുന്നു സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരിക്കെ ആവിഷ്കരിച്ച രാഷ്ട്രീയ നയം. കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ഈ നയം അംഗീകരിച്ചതുമാണ്. 2025 ഏപ്രിലിൽ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിലാണ് പുതിയ രാഷ്ട്രീയ ലൈൻ. നവ ഉദാര സാമ്പത്തിക നയം, മൃദു ഹിന്ദുത്വം എന്നീ കാരണം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിനോടുള്ള അകലം പാലിക്കൽ. തെരഞ്ഞെടുപ്പുകളിലും RSS BJP കൂട്ടുകെട്ടിന്റെ വർഗീയ അജണ്ടയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും മാത്രം ഇന്ത്യ സഖ്യവുമായി സഹകരിച്ചാൽ മതിയെന്നാണ് വാദം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആധിപത്യം ചെറുക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചെങ്കിലും CPM സ്വതന്ത്ര വളർച്ച നേടിയതുമില്ല. കോൺഗ്രസിന് പ്രാദേശിക പാർട്ടികൾക്കും വളർച്ചയുണ്ടായി. അതിനാൽ തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടായോ സഖ്യത്തിന്റെയോ പേരിൽ പാർട്ടിയുടെ സ്വതന്ത്ര മേൽവിലാസത്തിനും പ്രവർത്തനത്തിനും മങ്ങലേൽക്കുന്ന സ്ഥിതി ഉണ്ടാവരുത് രേഖ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. പശ്ചിമ ബംഗാൾ, ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും വിലയിരുത്തിയാണ് പുതിയ തീരുമാനം. പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് വേണ്ടത് എന്നും രേഖ വ്യക്തമാക്കുന്നു. കേരളത്തിൽ BJP RSS സ്വാധീനം വർദ്ധിച്ചു എന്നാണ് വിലയിരുത്തൽ. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സംഘപരിവാർ പ്രവർത്തനങ്ങളെ ചെറുക്കാൻ വിശ്വാസികളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നും രാഷ്ട്രീയ രേഖ നിർദ്ദേശിച്ചു. ഇതും പിണറായിയുടെ ലൈൻ തന്നെയായിരുന്നു. RSSന്റെ വളർച്ചയുടെ ചുക്കാൻ CPMന്റെ കയ്യിലാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പിണറായിയെ അഖിലേന്ത്യാ സെക്രട്ടറി ആക്കാനുള്ള തീരുമാനം ഏറെക്കുറെ കേന്ദ്ര കമ്മിറ്റി എടുത്തു കഴിഞ്ഞു. പിണറായിയോളം മുതിർന്ന ഒരംഗം കേന്ദ്ര കമ്മിറ്റിയിൽ ഇല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലുള്ളവർ പിണറായിക്ക് താഴെയാണ്. പിണറായി അഖിലേന്ത്യാ സെക്രട്ടറി ആയാൽ കേരളം രക്ഷപ്പെടുമെന്ന് കരുതുന്ന ഒരു വിഭാഗം നേതാക്കൾ CPMനുണ്ട്. പിണറായി അഖിലേന്ത്യാ സെക്രട്ടറി ആയാൽ കേരളം രക്ഷപ്പെടുമെന്ന് CPM സംസ്ഥാന നേതൃത്വം വിശ്വസിക്കുന്നുണ്ട്. പിണറായി വിജയന്റെ ലൈൻ എന്തുതന്നെ ആയാലും അംഗീകരിക്കാനുള്ള പ്രധാന കാരണവും ഇതുതന്നെയാണ്. മരുമകൻ മുഹമ്മദ് റിയാസിനെ സുരക്ഷിതനാക്കാൻ അനുയോജ്യമായ സ്ഥാനം അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനമാണ് എന്ന് പിണറായിക്ക് അറിയാം. അതുകൊണ്ട് കൂടിയാണ് ഡൽഹിയിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുമെന്ന് അറിയാമായിരുന്നിട്ടും ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പിണറായി നീങ്ങുന്നത്. പിണറായി സ്ഥാനം ഒഴിഞ്ഞാൽ ഉടൻ കസേര കരസ്ഥമാക്കാൻ MV ഗോവിന്ദൻ പുരനിറഞ്ഞ് നിൽക്കുന്നുമുണ്ട്. CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരിനെതിരെ അതിശക്തമായ വിമർശനങ്ങളുമാണ് നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കെടുകാര്യസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ് ഇലക്ഷൻ തോറ്റെന്ന CPI നേതാക്കൾ പരസ്യമായി പറയുന്ന സാഹചര്യം നിലവിലുള്ളത്. CPIയുടെ പരസ്യ വിമർശനങ്ങൾക്ക് CPM മറുപടി പറയുന്നുമില്ല. പിണറായി വിജയന്റെ സ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശനായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചിന്തിക്കുന്നത് രസകരമായ കാര്യമാണ്. സീസറിന്റെ ഭാര്യ വിശുദ്ധയായിരിക്കണം എന്ന ഒരു പ്രസ്താവനയുടെ ബാക്കിയായിട്ടാണ് കേരള രാഷ്ട്രീയത്തിലെ മഹാമേരുവായിരുന്ന KM മാണി ധനകാര്യ മന്ത്രിസ്ഥാനം രാജിവെച്ചത്. അദ്ദേഹത്തിന് കോടതി നോട്ടീസ് നൽകിയിരുന്നുമില്ല. കോടതി നോട്ടീസ് നൽകുക എന്നാൽ കോടതി വിശദീകരണം ചോദിക്കുക എന്നാണ് അർത്ഥം. പ്രസ്ഥാനത്ത് ഉള്ളവരിൽ നിന്നാണ് കോടതി വിശദീകരണം ചോദിക്കുന്നത്. എന്നാൽ പാർട്ടി കോൺഗ്രസിന് മുൻപ് പിണറായി ഹൈക്കോടതിയിൽ നിന്നും ക്ലീൻ ചീറ്റ് വാങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി എന്ന വ്യക്തിപ്രഭം ഉപയോഗിച്ച് മകൾ അഴിമതി നടത്തിയെന്നാണ് ആരോപണം. ഇതിൽ സഹമന്ത്രിമാർക്ക് യാതൊരു പങ്കുമില്ല.
അതുകൊണ്ട് തന്നെയാണ് CPM-ന്റെ കരുത്ത്. മാസപ്പടി വിഷയം CPM ഏറെക്കുറെ തയ്യാറാക്കാത്തതും കൊണ്ട് തന്നെയാണ് ഇതൊക്കെ. വീണയുടെ കമ്പനി പ്രതിസ്ഥാനത്ത് വന്നാൽ അവർ മറുപടി പറയട്ടെ എന്നായിരുന്നു പാർട്ടിയുടെ നിലപാട്. കോൺഗ്രസുമായി യോജിക്കേണ്ടതില്ല എന്ന CPM നിലപാട് ദോഷകരമായി ബാധിക്കുക CPM-നെ തന്നെയാണ്. കാരണം കേരളത്തിൽ ഉൾപ്പെടെ BJP ബന്ധത്തിന്റെ ആരോപണം CPM നേരിടുന്നുമുണ്ട്. സുരേഷ് ഗോപി ജയിച്ചത് CPM സഹായത്തോടെയാണ് എന്ന് ഇതിനോടകം തന്നെ ആരോപണം ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസുമായി ചേരരുത് എന്ന തീരുമാനം പരസ്യമായി സഹായിക്കുന്നത് BJP ആണ് എന്ന് പാർട്ടി പ്രവർത്തകർ പോലും കരുതുന്നു. കോൺഗ്രസ് സഖ്യത്തെക്കാൾ നല്ലത് ദയാവധമാണ് എന്നാണ് പിണറായി ഉൾപ്പെടെയുള്ള കേരള നേതാക്കളുടെ വാദം. ഇത് കേട്ട് പണ്ട് യെച്ചൂരി ഞെട്ടിയിരുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന നരേന്ദ്രമോദിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്പോൾ സാക്ഷാൽ പിണറായി വിജയൻ ശ്രമിക്കുന്നത്. സഖ്യത്തെ ചൊല്ലി CPM PB യോഗത്തിൽ ഭിന്നത രൂക്ഷമാണ്. കോൺഗ്രസുമായുള്ള സഖ്യം ഗുണം ചെയ്യില്ല, വർഗീയതയെ ചെറുക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടുമെന്നും PBയിൽ അഭിപ്രായം ഉയർന്നിരുന്നു. കോൺഗ്രസ് സഖ്യത്തിനു വേണ്ടി നിലകൊണ്ടവരുടെ കരണത്തടിക്കുന്ന തരത്തിലാണ് പിണറായി ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചത്. മുമ്പ് ഇത്തരം അഭിപ്രായ ഭിന്നത ഉണ്ടായപ്പോൾ യെച്ചൂരി പാലിച്ചത് കനത്ത നിശബ്ദതയാണ്. അന്ന് ഭൂരിപക്ഷ അഭിപ്രായം ഇങ്ങനെയാകുമ്പോൾ യെച്ചൂരിക്ക് നിശബ്ദതയാവാതെ മറ്റ് വഴികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു വിഭാഗം പ്രവർത്തകർ കോൺഗ്രസ് ഇല്ലാതെ പ്രതിപക്ഷ ഐക്യം സാധ്യമല്ല എന്ന് അഭിപ്രായപ്പെടുമ്പോൾ കോൺഗ്രസിന് ആശ്രയിക്കുന്നത് ഗുണം ചെയ്യില്ല എന്ന അഭിപ്രായമാണ് മറുവശത്ത് ഉണർന്നത്. BJPയെ ചെറുക്കാൻ പ്രാദേശിക പാർട്ടികളുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം, പ്രാദേശിക സാഹചര്യം അനുസരിച്ചുള്ള സഖ്യങ്ങളാണ് പ്രയോഗിക്കണമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. അന്ന് PB യോഗത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നതിനാൽ വിഷയം കേന്ദ്ര കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ഇത് ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റി പരിഗണിക്കുന്നു. CPM ബംഗാൾ ഘടകത്തിന്റെ വർഷങ്ങളായുള്ള ആവശ്യം പരിഗണിച്ചുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി CPM പ്രത്യക്ഷ സഖ്യത്തിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ രണ്ട് പാർട്ടികളും തെരഞ്ഞെടുപ്പിൽ വട്ടപൂജ്യമായി. ഈ അനുഭവം മുൻനിർത്തി കോൺഗ്രസ് CPM സഖ്യം ഫലവത്താവില്ല എന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. കോൺഗ്രസ് സഖ്യം ഇല്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമായിരുന്നു എന്നാണ് കേരള നേതാക്കൾ അഭിപ്രായപ്പെടുന്നത്. കോൺഗ്രസുമായി ഇടതു പാർട്ടികൾ ഒരിക്കലും ധാരണയുണ്ടാകരുത് എന്ന അഭിപ്രായമാണ് പിണറായിയും മറ്റും മുമ്പേ വെച്ചു പുലർത്തുന്നത്. പിണറായിയുടെ അഭിപ്രായത്തിന് BJPയുടെ പിന്തുണയുമുണ്ട്. ഏതു വിധേയനെയും ഇടതു പാർട്ടികളെ കോൺഗ്രസിൽ നിന്നും അകറ്റുകയാണ് BJPയുടെ ലക്ഷ്യം. പിണറായിയുടെ അഭിപ്രായത്തിന് PBയിൽ ഒരു പ്രബല വിഭാഗത്തിന്റെ പിന്തുണയുണ്ട്. PBക്ക് ദീർഘകാലം രാജ്യം ഭരിക്കണമെങ്കിൽ കോൺഗ്രസ് നശിക്കണം. അതിനുള്ള ശ്രമങ്ങൾ രാജ്യത്ത് നാളുകൾ മുന്നേ ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസിന് ദേശീയ തലത്തിൽ നേതാവ് പോലും ഇല്ലാതെ അവസ്ഥയാണ് നിലവിലുള്ളത്. കോൺഗ്രസിന്റെ തലയിൽ ആർക്കും കയറി മേയാവുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. വൻ പ്രതിസന്ധിയിൽ ആടി ഉലയുമ്പോഴും അധികാരം വിട്ടൊഴിയാൻ ഗാന്ധി കുടുംബം തയ്യാറല്ല. ഇതാണ് വയനാട്ടിൽ കാണുന്നത്. കോൺഗ്രസ് സഖ്യത്തെ എതിർക്കുന്നു എന്നാണ് പിണറായി വിജയനോടുള്ള നരേന്ദ്രമോദിയുടെ പ്രതിബദ്ധതയ്ക്ക് പിന്നിലുള്ളത്. കേരളത്തിൽ സ്വർണ്ണക്കടത്ത് കേസ് പോലെയുള്ള ആരോപണങ്ങൾ കെട്ടുമുറുക്കിയിട്ടും മോദി പിണറായിയെ തൊടാത്തതിന് പിന്നിലുള്ള കാരണം ഇതാണ്. ഇടതു പാർട്ടികളുടെ പിന്തുണയില്ലാതെ കോൺഗ്രസിന് ദേശീയ തലത്തിൽ നിലനിൽപ്പില്ല. ഇടതു പാർട്ടികൾ ദേശീയ തലത്തിൽ ഒരു കൺസോഷ്യമായി മാറിയാലും അവർ എത്ര ദൂരം പോകുമെന്ന് മോദിക്ക് നന്നായി അറിയാം. പ്രതിപക്ഷത്തെ ഇല്ലാതാക്കണമെങ്കിൽ അവർ പല ട്രാക്കുകളിലൂടെ ഓടണം. അതിനാൽ പിണറായിയുടെ സഹായത്തോടെ മോദി ശ്രമിക്കുകയാണ്. യെച്ചൂരിക്ക് MP സ്ഥാനം നൽകാമെന്ന കോൺഗ്രസ് വാഗ്ദാനം ഇല്ലാതാക്കിയതും പിണറായിയാണ്. മോദിയെ സംബന്ധിച്ചിടത്തോളം പിണറായി പ്രതീക്ഷ പുലർത്തുന്ന നേതാവാണ്. ഏതായാലും രാജ്യത്തിന്റെ ഭാവി മോദിയുടേതാണ് എന്ന് ഉറപ്പിക്കാം. പ്രതിപക്ഷ നേതാക്കളെ പോലും ഒരുമിച്ച് നിർത്താൻ കഴിയാത്ത രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയാണ് രാജ്യത്തെ നയിക്കാൻ കഴിയുക?